ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാം മൈൻക്രാഫ്റ്റ് മൊബൈൽ പോക്കറ്റ് എഡിഷൻ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൽ ഒരുപാട് യൂസ്ഫുൾ സെറ്റിങ്സ്, മൈൻക്രാഫ്റ്റിൽ തന്നെയുള്ള ഒരുപാട് യൂസ്ഫുൾ സെറ്റിങ്സ് ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനൊക്കെ നല്ല ഉപകാരപ്പെടും. അതുപോലെ തന്നെ PC പ്ലേയേഴ്സിനെ പോലെ കളിക്കാൻ ഒരുപാട് ഉപയോഗപ്പെടും. മൊബൈൽ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലോട്ടോ. ഒന്നാമത്തെയാണ് ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റിയിൽ കുറച്ച് അടിയിലോട്ട് പോയാൽ ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി എന്ന് കാണാം. അത് 0 ആക്കുക. നിങ്ങൾ ആദ്യം 100 ആക്കിയിട്ടൊന്ന് നോക്കി നോക്കുക, എന്നിട്ട് 0 ആക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഞാനൊരു 0 to 20 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചാറ്റിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അത് ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ടാവും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് 0-ലാക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റിയാണ് ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി. ഇനി എന്തെങ്കിലും ചാറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇൻവിസിബിൾ ആയിട്ടാവും, ട്രാൻസ്പെറൻ്റ് ആയിട്ടാവും. രണ്ടാമതാണ് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി. ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് ആക്സസിബിലിറ്റിയിൽ തന്നെ കുറച്ച് അടിയിലോട്ട് പോയാൽ ഇവിടെ ആയിട്ട് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി കാണാം. ഇത് നമ്മുടെ സോഡിൻ്റെ അതുപോലെ തന്നെ ടൂൾസ്, ആർമർ, അതിൻ്റെയൊക്കെ എൻചാൻമെൻറ്റിൻ്റെ സെയിം സാധനം തന്നെ. ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി പോലെ തന്നെ അതിൻ്റെയൊക്കെ എൻചാൻമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതാണ് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പാസിറ്റി കുറക്കുക അല്ലെങ്കിൽ കൂട്ടുക. ഞാനൊരു 0 to 20 വരെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സീറോ ഒക്കെ ആണെങ്കിലാണ് നമുക്ക്. മൂന്നാമത്തെയാണ് ഫിൽട്ടർ പ്രൊഫാനിറ്റി. ഇത് സെർവേഴ്സിലെല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സെറ്റിങ്സിൽ ഫിൽട്ടർ പ്രൊഫാനിറ്റി ഓണാക്കി കഴിഞ്ഞാൽ ഓൺ തന്നെ ആയിരിക്കും. അത് ഓണാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചാറ്റിൽ അതുപോലെ തന്നെ സെർവേഴ്സിൻ്റെ ചാറ്റിലൊന്നും ബാഡ് വേർഡ്സ് ഒന്നും ഇങ്ങനെ ഹാഷ്ടാഗ് ആയിട്ടായിരിക്കും കാണുക. അപ്പം ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ പ്രൊഫാനിറ്റി ഓഫ് ചെയ്യാം. അത് ഓഫ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇങ്ങനെ എന്ത് വേർഡ്സ് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്കത് കാണുന്നതായിരിക്കും. നാലാമത്തേന് പിക് ബ്ലോക്ക്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും മോസ്റ്റ്ലി ബിൽഡേഴ്സിനും അതുപോലെ തന്നെ ബിൽഡ് ബാറ്റിലെല്ലാം സെർവറിൽ കളിക്കുന്നവർക്കും ഇത് വലിയ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ക്രിയേറ്റീവായിട്ട് ബിൽഡ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടച്ചിൽ പിക് ബ്ലോക്ക് ഓണാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ ആയിരിക്കും, ഒരു പുതിയ ബട്ടൺ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നാളെ ഇൻവെർട്ടറിലോട്ട് വരും, ഹോട്ട് ബാറിലോട്ട് വരും. ഇത് ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് ഏത് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും ഹോട്ട് ബാറിലോട്ട് വരും. ഈ സർവൈവലിനാണെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിൽ ഓൾറെഡി ഉള്ള ബ്ലോക്ക്സ് നമ്മുടെ ഹോട്ട് ബാറിലോട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ സർവൈവലിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ വർക്കാവില്ല, കാരണം നമ്മുടെ ഇൻവെർട്ടറിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഹോട്ട് ബാറിലോട്ട് വരുള്ളൂ. അപ്പോൾ അത് ഇൻവെർട്ടറിൽ എൻ്റെ ഗ്രാസും ലോഗും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രാസ് ഹോട്ട് ബാറിലോട്ട് വരും, ഇൻവെർട്ടറിൽ നിന്ന് ഹോട്ട് ബാറിലോട്ട്. ഇപ്പോൾ ഇൻവെർട്ടറിലില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല.
അഞ്ചാമത്തെയാണ് ഫ്രെയിം പേസിങ്. ഇത് വളരെ ലാഗും, ഇത് ഓഫാക്കിയിട്ടാൽ വളരെ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെറിയ ഡിവൈസൊക്കെ ഉള്ളവർക്ക് ഇത് ഓണാക്കിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഓണാക്കിയിട്ടുള്ള കാണിച്ചു തരാം. അത് ഓണാക്കുമ്പോൾ ഇങ്ങനെ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ, ലാഗൊക്കെ കുറക്കുന്നതിന് ഡീറ്റെയിൽ സെറ്റിങ്സ് വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ആറാമത്തേന് ഡാമേജ് ടിൽറ്റ്. ഇത് ഒരുപാട് പ്ലേയേഴ്സിന് അറിയാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഇത് വലിയ യൂസ്ഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് ഡാമേജ് കിട്ടുമ്പോൾ കണ്ടോ ക്യാമറ ഷെയ്ക്കാവുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ പെട്ടെന്ന് ടെൻഷനാക്കും. അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ തെറ്റും. അതുപോലെ നമ്മൾ പാനിക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ക്യാമറ ഷെയ്ക്കാകുമ്പോൾ നമുക്ക് സ്ക്രീന് നേരം പോലെ കാണാൻ പറ്റില്ല, ഓപ്പണൻസിന് നേരം പോലെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഡാമേജ് ടിൽറ്റ് 0 ആക്കുക തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 ആക്കിയിട്ട് ഇതിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ക്യാമറയ്ക്ക് ഒരു ഷെയ്ക്കോ കാര്യങ്ങളൊന്നുമില്ല, സ്ക്രീൻ അതേപോലെ തന്നെ നമുക്ക് കാണാം. പിന്നെ ഇങ്ങനെ കളിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഫുൾ സൗണ്ടിൽ കളിക്കാൻ ശ്രദ്ധിക്കുക. മൈൻക്രാഫ്റ്റ് ഡാമേജ് ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സെർവർ, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഒരു സെർവറാണ് ഞാൻ ഈ 2 മാസം ഒരു സെർവർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, സബ്സ്ക്രൈബ് മാത്രമേ അലോ ഉള്ളൂ.